ഹായ് അസ്സാം വലൈക്കും. വെൽക്കം ടു നീഡിൽ വേവ് ഡിസൈൻസ്. ഇനി നമുക്ക് കുർത്തിയിലും ചുരിദാറിലും ഒക്കെ എങ്ങനെ ഫീഡിങ് സിബ് അറ്റാച്ച് ചെയ്യണമെന്ന് നോക്കാം. ഇതൊരു ഇൻവിസിബിൾ സിബാണ് ഞാനിതിവിടെ അറ്റാച്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഇവിടെ സിബ് വെച്ചതായിട്ട് നമുക്ക് തോന്നേയില്ല. ആ രൂപത്തിൽ എങ്ങനെ ചുരിദാറിൽ സിബ് അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമുക്ക് ചുരിദാറിൻ്റെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് മാറ്റുക. അതേപോലെ സാധാ എല്ലാ അളവിലും എടുത്തിട്ട് ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ട് മാറ്റുക. അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ലൈനിങ്ങും കൂടെ കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഫ്രണ്ടിൻ്റെ ചുരിദാറിന് നല്ല വശം അറ്റാച്ച് ചെയ്യുമല്ലോ, നെക്ക് വെച്ചിട്ട് അടിച്ചിട്ട് അതുപോലെ ചെയ്തെടുക്കുക. നെക്ക് ഏത് നെക്കാണ് നമ്മൾ ചെയ്യുന്നത് അത് ആ നെക്ക് വെച്ചിട്ട് നമ്മൾ ലൈനിങ് ആയിട്ട് യോജിപ്പിച്ചെടുക്കുക. അതിൻ്റെ ചുരിദാറിൻ്റെ ഫ്രണ്ട് വശം ഇതുപോലെ നമ്മൾ നെക്കൊക്കെ അടിച്ചിട്ട് എടുക്കുക, അതിൻ്റെ ഫ്രണ്ട് വശം. എന്നിട്ട് അത് നടു മടക്കിയിട്ട് വെക്കുക, രണ്ട് മടക്കായിട്ട് മടക്കി വെക്കുക. അപ്പോൾ നെക്കും അതിൻ്റെ കൈക്കുഴിയൊക്കെ കറക്റ്റാക്കി വെക്കുന്ന രൂപത്തിൽ അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ മടക്കിയിട്ട് വെക്കുക. അതിനുശേഷം അതിൻ്റെ മടക്കിയ വശം ഉണ്ടല്ലോ, അവിടുന്ന് ഒരു 5 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുക ആ വശത്തു നിന്ന്. അതുപോലെ തന്നെ മുകൾ വശത്തു നിന്നും ഒരു 8 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്യുക. 8 ഇഞ്ച് താഴത്തേക്കും മാർക്ക് ചെയ്തിട്ട് നമ്മളവിടെ ഒരു പോയിൻ്റ് വരച്ചിടുക. അതിനുശേഷം ഇതേപോലെ താഴേക്ക് നമ്മളൊരു 9 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടിയത്തെ വശത്തുനിന്ന് 5ഉം ലൈന് വളയാത്ത രൂപത്തിൽ അടിയിക്ക് ഒരു 9 ഇഞ്ച് ഒരു മാർക്ക് ചെയ്തിട്ട് ലൈന് ആ ഒരു ലൈനാക്കി വരച്ചെടുക്കുക. ഈ ഭാഗത്താണ് നമ്മൾ സിബ് വെക്കുന്നത്. സെയിം അതേപോലെ തന്നെ മറ്റേ വശത്തും 5 ഇഞ്ച് വീതി 8 ഇഞ്ച് നീളത്തിൽ അടയാളപ്പെടുത്തിയിട്ട് അതേപോലെ 9 ഇഞ്ച് താഴേക്കും നമ്മൾ അടയാളപ്പെടുത്തിയിടുക. ഇത് ഈ ചുരിദാറിൽ നമ്മൾ 2 സൈഡിലായിട്ടാണ് നമ്മൾ സിബ് വെക്കുന്നത്. 2 സൈഡിൽ സിബ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതിന് സിബിൻ്റെ കളറിൽ മാറ്റേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഞാൻ ഇതേപോലെ ഇതിന് മാച്ച് ആയിട്ടുള്ള സിബൊക്കെ വെച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തിരുന്നു. പക്ഷേ അത് ഓണാക്കാൻ മറന്നുപോയതുകൊണ്ട് വീഡിയോ അതിൽ ഉൾപ്പെട്ടിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ വേറൊരു സിബ് വെച്ചിട്ട് എങ്ങനെയാണത് അടയാളപ്പെടുത്തുന്നതെന്ന് കാണിച്ചു തരികയാണ്. ഈ സിബ് അറ്റാച്ച് ചെയ്യാൻ ഇതേപോലെ ഒരു ഭാഗം മാത്രമുള്ള ഒരു ഫൂട്ട് കിട്ടും നമുക്ക്, 1 സൈഡ് ഫൂട്ടർ. ഇത് വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ ഇൻവിസിബിൾ സിബൊക്കെ അറ്റാച്ച് ചെയ്യാൻ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിന് ശേഷം നമ്മൾ ആ മാർക്ക് ചെയ്തില്ലേ, ആ മാർക്ക് ചെയ്ത വശത്തേക്ക് സിബ് തുറന്നിട്ട് അതിൻ്റെ പൊന്തി നിൽക്കുന്ന വശം മുകൾക്കാക്കി വരുന്ന രൂപത്തിൽ വെച്ചിട്ട് നമ്മൾ അത്രയും ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ ആ ഫൂട്ടർ വെച്ചിട്ട് മാർക്ക് ചെയ്ത ആ 9 ഇഞ്ച് ഉണ്ടല്ലോ, ആ ഒരു അടയാളത്തിൽ അതിൻ്റെ സിബ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ സിബ് വെച്ചിട്ട് ചെയ്യാം. ഇതുപോലെ സിബ് വെച്ചിട്ടാണ് ഞാൻ ആദ്യം വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ വീഡിയോ അതിൽ കാണുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ സിബ് വെച്ചിട്ടൊന്ന് വീണ്ടും വീഡിയോ എടുത്തത്. ഇതുപോലെ നമ്മൾ ഇതേപോലെ സിബ് സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 വശത്തും. പിന്നെ സിബ് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് കൊണ്ടുവരിക. അതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ സിബിനോട് തട്ടാതെ ആ ക്ലോത്ത് മാത്രം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക. അതായത് നമ്മൾ എവിടെയാണോ സിബ് വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് അതുവരെ കട്ട് ചെയ്യുക. നേരെ അടിവശത്തേക്കും അതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുക. അതങ്ങനെ രണ്ട് ഭാഗത്തും ഇതുപോലെ കട്ട് ചെയ്തിട്ട് മാറ്റുക.
വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തോളൂ കേട്ടോ. ഇതേപോലെ എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അടിവശത്തേക്കും മുകൾ വശവും സിബിൽ തട്ടാത്ത രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മൾ ലൈൻ വരച്ചിട്ടില്ലായിരുന്നു, ഒരു 9 ഇഞ്ച് അത്രയും നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും. ഇപ്പോൾ ഓപ്പണിംഗ് ആയി, സിബ് വെച്ച ഭാഗം നമുക്ക് ഓപ്പണായി കിട്ടി. ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ സിബ് വെച്ച ഭാഗത്ത് നമ്മൾ ഓപ്പൺ ആക്കുക. അതിന് ശേഷം നമ്മൾ ഇപ്പോൾ നല്ല വശത്താണല്ലോ സിബ് വെച്ചത്, നമ്മൾ അതിനെ ചീത്ത വശത്തേക്ക് കാണാത്ത രൂപത്തിൽ മറിച്ചിടണം. അപ്പോൾ അതിന് ഇതേപോലെ നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് കൂടെ നമ്മൾ സിബിൻ്റെ മുകൾ വശം താഴെ വശം ഇതേപോലെ ഉള്ളിലേക്ക് മറിച്ചിടുക. അപ്പോൾ മറിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് രണ്ടും ഭാഗവും നമ്മൾ ചീത്ത വശത്തേക്ക് എത്തി. കറക്റ്റായിട്ട് രണ്ട് വശത്തെ സിബിൻ്റെ ഭാഗം രണ്ടും ചീത്ത വശത്തേക്ക് നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക. അതിനുശേഷം പിന്നെ അവിടെ ഓപ്പണായി കിടക്കുന്നുണ്ടല്ലോ, ഇപ്പോൾ സിബിൻ്റെ ഭാഗം നമ്മൾ ഉള്ളിൽ കൂടെ എടുത്തില്ല, അത്രയും ഭാഗം നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ചുരിദാറിനൊക്കെ ടക്ക് ഇട്ട് കൊടുക്കുമല്ലോ ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ എവിടെയാണോ നമ്മൾ സ്റ്റിച്ചിങ്ങിന്, അതായത് ആ സിബ് വെക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത് ആ വശത്തുനിന്ന് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിൽ അത് അവിടെ നിന്ന് തൊട്ട് ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്തു നിന്ന് അങ്ങോട്ട് ചെരിച്ചിട്ട് നമ്മൾ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. സെയിം അതുപോലെ തന്നെ അടിവശത്തും അതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയ ആ ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തു നിന്ന് ഇതേപോലെ അടിക്കും അടിവശത്തേക്കും ചെരിച്ചിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക. കേട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഉറപ്പായിട്ട് നിന്നോളും. ഇതുപോലെ മറിച്ചിട്ട് കൊടുത്താൽ അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കും. നമുക്കവിടെ സിബ് വെച്ചതായിട്ട് തോന്നേയില്ല. നമുക്കാണെങ്കിൽ കുട്ടികളെയും കൊണ്ട് എവിടേക്ക് പോയാലും ഒരു ബുദ്ധിമുട്ടും കാര്യമില്ല. അവർക്ക് നമുക്ക് കൊടുക്കാൻ സൗകര്യമുള്ള സ്ഥലത്തു നിന്നൊക്കെ നമുക്ക് കൊടുക്കുകയും ചെയ്യാം. ഈ രണ്ട് വശത്ത് സിബ് വെച്ചാൽ നല്ലൊരു ഉപകാരമായിട്ടാണ്. നമുക്ക് ഈ ചുരിദാറൊക്കെ ഇടുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുകയില്ല. ഇനി ആ സിബ് വെച്ചത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ലേസോ എന്തെങ്കിലുമൊക്കെ നമ്മൾ അവിടെ വെച്ച് കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ നെക്കിനൊരു ഡിസൈൻ ആവുകയും ചെയ്തു. നമുക്കങ്ങനെയുള്ള അവിടെ ഒരു സിബ് ഉള്ളതായിട്ട് തോന്നില്ല. നല്ലൊരു നെക്കിന് ഡിസൈൻ ചെയ്തൊരു ചുരിദാറാവുകയും ചെയ്തു. ഇതേപോലെ ഈ ഷേപ്പിൽ നമുക്ക് ഒരു ലേസ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് സിബ് വെച്ചതായിട്ട് അറിയില്ല. എന്നാൽ നമുക്ക് എവിടെ പോയാലും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇത് കണ്ടോ, ഇതുപോലെ നിൽക്കും. ചുരിദാറിൻ്റെ ഡിസൈൻ ആവുകയും ചെയ്തു, സിബ് വെച്ചത് അറിയില്ല. ചുരിദാർ നല്ലൊരു അടിപൊളി നെക്ക് ഡിസൈൻ ആവുകയും ചെയ്തു. ഇതുപോലെ നമുക്ക് എവിടെ പോയാലും കുട്ടികൾക്ക് ഫീഡ് ചെയ്യാനൊക്കെ നല്ല സുഖമായിരിക്കും, ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇതുപോലെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ. അടിപൊളിയായിട്ട് നമുക്ക് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.